എനിക്കത് വിളിക്കണമെന്നുണ്ട്, പിന്നെ നമ്മളെന്തിനാ കുടിക്കുന്നത്? നമ്മുടെ ആയവർമ്പവാണ്ടി ചുണ്ടൻപിള്ള സമിതി ഇങ്ങനെ ഒരു വള്ളം തന്നെ രൂപീകരിച്ചത് വർഷങ്ങളായിട്ട് ആയവർമ്പത്ത് ഒരു ഉള്ളതാണ്. അത് പിന്നീട് ഒരു ക്ലബ്ബായി, മറ്റൊരു ക്ലബ്ബായി ഇവിടെ രൂപം കൊണ്ട്, ആ രൂപം കൊണ്ട ക്ലബിൽ നിന്നാണ് ഇങ്ങനൊരു വള്ളം തന്നെ ഉരുവായത്. ആ വള്ളം 2012ലാണ് ഈ വള്ളം രൂപം കൊള്ളുന്നത്. എന്നിട്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് നെഹ്റു ട്രോഫി എടുക്കുക എന്നുള്ളത്. അത് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ പക്ഷേ സാധിച്ചില്ല. അപ്പോൾ 2018 UBC കൈനകരി ഒരു 3ാം സ്ഥാനത്ത് വരികയുണ്ടായി. അതിനു മുൻപേ അത് പ്രളയവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ കളി മുന്നോട്ട് പോകാനും നെഹ്റു ട്രോഫി മാറ്റി വെക്കാനൊക്കെ ഉള്ളൊരു കാരണമുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ വളരെ പ്രതീക്ഷയായിരുന്നു അന്ന് നെഹ്റു ട്രോഫി എടുക്കുമെന്നുള്ളത്. UBC കൈനകരി അതിനായി കഠിന ശ്രമങ്ങൾ നടത്തിയതാണ്. പക്ഷേ യാദൃശ്ചികമായി കളി മാറ്റിവെക്കുകയുണ്ടായി. ആ മാറ്റിവെച്ച നിമിത്തം ചില പാകപ്പിഴകളൊക്കെ സംഭവിച്ചു. അങ്ങനെ 3ാം സ്ഥാനത്ത് വരികയുണ്ടായി. 2016 പായിപ്പാടും കല്ലടയാറ്റിൽ വളരെ ശക്തമായ UBC കൈനകരിയെ കൊണ്ട് ഞങ്ങൾ വള്ളം കളിപ്പിച്ച് അന്ന് നല്ല ലീഡിൽ ഏതാണ്ട് ഒരു കൊടിപ്പാടോളം വ്യത്യാസത്തിൽ കാരിച്ചാലിനെ പിന്നിലാക്കിക്കൊണ്ട് ട്രോഫി എടുക്കുകയുണ്ടായി. അങ്ങനെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ആയവർമ്പവാട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ പല ടീമുകളെ കൊണ്ടും കളിപ്പിച്ചിട്ടുണ്ട്. അവരാരും ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ നെഹ്റു ട്രോഫിയിൽ വിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മുടെ മങ്കൊമ്പ് തെക്കേക്കര എന്ന് പറയുന്ന ബോട്ട് ക്ലബ്ബുമായിട്ട് ടൈപ്പായിട്ടുണ്ട്. അവരിന്ന് വള്ളം ഇറക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവരും ട്രോഫി എടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. അതിന് ഞങ്ങളുടെ ആയവർമ്പവാണ്ടി ചുണ്ടൻപിള്ള സമിതിയുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും. ട്രോഫി എടുക്കുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. എൻ്റെ പേര് സഞ്ജീവ് എന്നാണ്. ഞാൻ ഈ ആയവർമ്പവാണ്ടി ചുണ്ടൻപിള്ള സമിതിയിൽ അംഗമായിട്ട് ഒരു 10-12 വർഷത്തോളമായി. അന്ന് മുതൽ ഇതിനകത്ത് ഈ വള്ളം ജയിച്ച് കാണാൻ വേണ്ടി നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മുടെ വള്ളത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പം പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം നെഹ്റു ട്രോഫി പങ്കെടുക്കാൻ വേണ്ടി ആയവർമ്പവാണ്ടി ചുണ്ടൻവള്ളം മങ്കൊമ്പ് തെക്കേക്കര ബോട്ട് ക്ലബിനാണ് നൽകിയിരിക്കുന്നത്. അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഈ വള്ളം നല്ല ഭംഗിയായിട്ട് നല്ല ആഘോഷത്തോടെ ഇറക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് നമ്മൾ ഈ നിമിഷം വരെ നമ്മൾ നിന്നിരുന്നത്. പക്ഷേ വയനാട് പുൽപ്പാടിൽ അവിടെ എല്ലാം ഉണ്ടായ ദുരന്തം നമ്മളെ ഭയങ്കര ആ സന്തോഷം മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. നമ്മളെപ്പോലുള്ള 250 സഹോദരന്മാരോട് മരിച്ചതിൻ്റെ പേരിൽ നമ്മുടെ ഈ ആഘോഷങ്ങളെല്ലാം നമ്മൾ മാറ്റിവെച്ച് വളരെ വിഷമത്തോടാണ് ഈ വള്ളം നമ്മൾ ഇന്ന് ഇറക്കുന്നത്. നമ്മുടെ ബഹുമാനായ നമ്മുടെ M. ലിജു ചേട്ടനും ഇവിടെ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെളിയനാട് പ്രമോദ്, നമ്മുടെ നാടക നടനും സീരിയൽ നടനും അതുപോലെ കോമഡി നടനും ഇന്ന് സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുമായ പ്രമോദ് വെളിയനാട് എന്ന ചേട്ടൻ ഇവിടെ എത്താമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇതെല്ലാം നമ്മളിന്ന് ഒഴിവാക്കിക്കൊണ്ട് വളരെ സമാധാനത്തോടെ വളരെ വിഷമത്തോടെ നമ്മൾ വയനാട്ടിലെ ദുരന്തത്തെ മുൻനിർത്തിക്കൊണ്ട്
വളരെ വിഷമത്തോടാണ് നമ്മൾ ഈ ഞായർ പാണ്ടിച്ചുണ്ടൻ നീറ്റിലണയുന്നത്. എങ്കിലും ഒരു വിശ്വാസം മങ്കമ്പ് തെക്കേക്കര ബോട്ട് ക്ലബിനോട് നമുക്കുണ്ട്. അവർ മാന്യമായിട്ട് കളിച്ച് നമ്മുടെ വള്ളം വളരെ സമാധാനത്തോടെങ്കിലും അവിടെ വിൻ ചെയ്യും എന്നുള്ള ഉറപ്പിൻ്റെ പേരിലാണ് മങ്കമ്പ് തെക്കേക്കര ബോട്ട് ക്ലബിന് നമ്മൾ ഈ വള്ളം നൽകുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല, പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നമ്മളിപ്പം ആയാർമ്പ് പാണ്ടി വള്ളം മങ്കമ്പ് തെക്കേക്കരക്കാർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ വള്ളം കൊടുത്തത് പോയതുകൊണ്ട് ഇല്ലെങ്കിൽ തിരിച്ചാലോചിക്കേണ്ട പരിപാടിയായിരുന്നു. വലിയൊരു ദുരന്തം കേരളത്തിലല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ആദ്യം ദുഃഖം രേഖപ്പെടുത്തുകയാണ് ആദ്യം. കാരണം അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ദൈവത്തിൻ്റെ സഹായം കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയ ജലോത്സവ പ്രേമികളെ, മങ്കമ്പ് തെക്കേക്കര ബോട്ട് ക്ലബ് ഇത്തവണ നെഹ്റു ട്രോഫി മത്സരത്തിലേക്ക് ആയാപറമ്പ് ചുണ്ടനിൽ എത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആശസ്സുകൾ വേണം. ഒരു വലിയ ചടങ്ങായിട്ട് ഈ വള്ളം ഇറക്കുന്ന ചടങ്ങ് വലിയ വമ്പൻ പരിപാടിയായിട്ട് ആസൂത്രണം ചെയ്തെങ്കിലും വയനാട്ടിൽ നടന്ന ദാരുണമായ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആഘോഷ പരിപാടികളെല്ലാം വെട്ടി ചുരുക്കി നമ്മൾ വള്ളം ഇപ്പോൾ ഇറക്കുകയാണ്. ചലച്ചിത്ര താരം പ്രമോദ് വെളിയനാടും KPCC എക്സിക്യൂട്ടീവ് അംഗം രാഷ്ട്രീയകാര്യ സമിതി അംഗം M. ലിജിച്ചേട്ടനുമായിരുന്നു ഇന്ന് വരേണ്ടത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ആഘോഷ പരിപാടികൾ നമ്മൾ മാറ്റി നമ്മൾ ഇന്ന് വള്ളം ഇറക്കുകയാണ്. മങ്കമ്പ് തെക്കേക്കര 2 ബോട്ട് ക്ലബ്ബുകൾ ചേർന്നാണ് ഇത്തവണ നെഹ്റു ട്രോഫിക്ക് ഈ വള്ളത്തെ അണിയിച്ചൊരുക്കുന്നത്. മങ്കമ്പിലെ തന്നെ കുട്ടികളുടെ നേതൃത്വത്തിലാണ് തുഴച്ചിലും. അപ്പം നമ്മുടെ ടീമിൻ്റെ ക്യാപ്റ്റൻ ഉല്ലാസ് ബാലകൃഷ്ണൻ ഡോക്ടർ ഉല്ലാസ് ബാലകൃഷ്ണൻ, ഇത് 1-ാം പങ്കായം ഉദയകുമാർ, നമ്മുടെ ക്ലബിൻ്റെ സെക്രട്ടറി ടോമി ചാക്കോ, നമ്മുടെ ക്ലബിൻ്റെ പ്രസിഡന്റ് ജോഷി വർഗീസ്, എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനാശംസകൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ക്യാപ്റ്റൻ്റെ വാക്കുകൾ. അദ്ദേഹം മെയിനായിട്ടുള്ള കാര്യം പറയുമ്പോൾ ലിനിച്ചേട്ടനാണ് ഞങ്ങളുടെ ലീഡിങ് ക്യാപ്റ്റൻ. അതായത് ലിനിച്ചേട്ടൻ്റെ ഒരു വലിയൊരു പ്രസൻസാണ് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന കാര്യം. അദ്ദേഹം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സെൻറ്റ് പൈസ് എന്ന ഒരു ബോട്ട് ക്ലബ്ബ്, അതേപോലെ തന്നെ സെൻറ്റ് പൈസ് ചുണ്ടൻ, അതിനൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെറുവള്ളം കളിച്ച് ആ വള്ളംകളിയോടുള്ള ആത്മാർത്ഥതയും എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ചുണ്ടനടക്കം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം. നിലവിലിപ്പോൾ വള്ളംകളി ക്ലബ്ബുകളൊക്കെ തന്നെ ലക്ഷങ്ങൾ ചിലവാക്കി കാശുള്ളവന് മാത്രമേ വള്ളം കളിക്കാൻ സാധിക്കുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ക്ലബ് പ്രസിഡന്റ് ജോഷി ചേട്ടനും ടോമിച്ചായനും അടക്കമുള്ളവരും മറ്റ് നാട്ടുകാരും എല്ലാവരും അടക്കമുള്ളവരും കൂടി ചേർന്നുകൊണ്ട് കൺവെൻഷണൽ രീതിയിലുള്ള വള്ളം കളിച്ച് തന്നെ ഇവരോടൊപ്പം എത്താൻ ആത്മാർത്ഥതയുള്ള നാട്ടിലെ കുട്ടികളായുള്ള തുഴച്ചിക്കാരായ കുട്ടികളും മറ്റുള്ളവരും ചേർന്നാൽ സാധിക്കും എന്നൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ ആയാപറമ്പ് പാണ്ടിച്ചുണ്ടൻ എന്ന ജലരാജാവുമായിട്ട് നെഹ്റു ട്രോഫിക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും പണത്തിനേക്കാളും വലുതാണ് കരയോടും വള്ളംകളിയോടുള്ള സ്നേഹവും അതുകൊണ്ടുള്ള കരുത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ നെഹ്റു ട്രോഫിക്കായി എത്തുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് കൂടുണ്ടാകണം. ഇന്ന് ഓൾറെഡി ലിൻചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു, വലിയൊരു
ഒരു ഉത്സവമാക്കിക്കൊണ്ട് തന്നെ ഇന്ന് നീരണിയിക്കാനുള്ളൊരു പദ്ധതികളായിരുന്നു ഉണ്ടായിരുന്നത്. മലയാള സിനിമയിൽ തന്നെ വള്ളംകളിക്കാരനും തുഴച്ചിൽക്കാരനുമായിട്ടുള്ള ഏക തുഴച്ചിൽക്കാരനും വള്ളംകളിക്കാരനുമായിട്ടുള്ള ശ്രീ പ്രമോദ് വെളിയനാടും ഈ നാട്ടുകാരൻ കൂടിയിട്ടുള്ള അഡ്വക്കേറ്റ് എം ലിജു അദ്ദേഹം അടക്കമുള്ളവരായിരുന്നു ഇതിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ വയനാട്ടിലുണ്ടായ അതിദാരുണമായ ദുരന്തത്തോടനുബന്ധിച്ച് ക്ലബ്ബ് ഭാരവാഹികളും പ്രിയപ്പെട്ട വള്ളംകളി സമിതി ഭാരവാഹികൾ അടക്കമുള്ളവർ അതുപോലെ തന്നെ ഇന്ന് എത്തേണ്ടിയിരുന്ന അതിഥികളടക്കമുള്ളവർ ചേർന്നെടുത്ത തീരുമാനമാണ് ആഘോഷങ്ങളില്ലാതെ വളരെ ഇതായി കൂടെ തന്നെ നമുക്ക് വള്ളം നീരണിയിച്ച് ഇറക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഞങ്ങളുടെ കരുത്ത് തെളിയിച്ചുകൊണ്ട് തന്നെ പുന്നമടയിൽ കാണും എന്നാണ് ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതിന് എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇങ്ങോട്ട് മാറിയില്ല, ഇങ്ങോട്ട് മാറിയില്ല. ഇങ്ങോട്ട് പോരെ. വലിയ ആർപ്പോ കാര്യങ്ങളോ വലിയ ആഘോഷങ്ങളോ ഇല്ലാതാണ് ഒരാർപ്പോ അല്ല തടി മാറ്റുക തടി പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തിന് വള്ളം ഇരിക്കുമ്പോൾ കഴിച്ചു പോയി. Yeah!
പൊറോട്ട് പിടിക്കല്ലേ അപ്പം കിഴക്കിഴ പടിഞ്ഞാറാവില്ല മേടിച്ച് പുതിയ കൊടുക്കും കേട്ടോ. രാവിലെ ക്യാപ്റ്റനായിട്ട് നമ്മൾ മൈൻഡ് ചെയ്ത് അങ്ങനെ ഇങ്ങോട്ടെ കൊടുത്താൽ മതിയല്ലോ. പിന്നെ കാലെ തൊടുവൊന്നും വേണ്ട കേട്ടോ. അതൊന്നും വേണ്ട. ഇതിനോട് പിടി ഉദയനോട്ട് കൊടുത്തേ ആർപ്പോ അടുത്ത ഒന്നാം തരം ആർപ്പോ ഇതിലിടിക്കാമല്ലോ. ആർപ്പോ ആർപ്പോ കരക്കാരുടെ വള്ളമായിട്ട്, അതായത് ഇത്രയും നാളും കളിച്ചിരുന്നതെല്ലാം ടീമിൻ്റെ ഇതിലാണ്. ഞങ്ങളൊരു പുതിയ ഒരു രീതിയിലേക്ക് മാറുകയാണ്. കരക്കാരുടേതായിട്ടുള്ള ഒരു കളിവള്ളമാണ് ഞങ്ങൾ ഇത്തവണ കൊണ്ടുപോകുന്നത്. കാര്യം മങ്കമ്പ് കരക്കാരും തെക്കേക്കര കരക്കാരുമായിട്ടുള്ള യോജിച്ച് തുഴയുന്ന ഒരു കളിയാണ്. അത് വേറെ കരക്കാർ തുഴയുന്ന ഒരു വള്ളം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത്തവണ എല്ലാം ടീം ഓരോ വ്യക്തികൾ നടത്തുന്ന കളിയായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു പുരാതന കളിയിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണത്തോടെ ഞങ്ങൾ പവർ പാണ്ടി ചുണ്ടനെടുത്ത് ഞങ്ങൾ കളിക്കാൻ പോകുന്നു. കരക്കാരുടെ സഹായവും, അതായത് പാണ്ടി കരക്കാരുടെയും മങ്കമ്പും തെക്കേക്കര കരക്കാരുടെയും എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി 70ാമതിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നു. ജയിച്ച് വരാനായിട്ട് തന്നെ ഞങ്ങൾ പോകുന്നു. നന്ദി, നമസ്കാരം.